നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പം ഉള്ളത് ആർട്ടിസ്റ്റായ ശ്യാം ശശിയാണ്. ശ്യാം മ്യൂസീഷ്യനാണ്, മ്യൂസിക് ഡയറക്ടറാണ്, അതുപോലെ പെർക്കഷൻ ആർട്ടിസ്റ്റാണ്. പ്രൊഫഷണൽ ഗാനമേളകളിൽ താളവാദ്യങ്ങൾ വായിക്കുന്ന കലാകാരനാണ്. അപ്പോൾ അടുത്തിടയ്ക്ക് ശ്യാം ശശി ഫേസ്ബുക്കില് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് അടുത്ത കാലത്തുണ്ടായ ചില രാഷ്ട്രീയ വിവാദങ്ങൾ, അതായത് കടക്കൽ തിരുവാതിരയോടനുബന്ധിച്ച് കടക്കൽ ക്ഷേത്രത്തിൽ ഗാനമേളയ്ക്ക് വന്ന് പാടിയ ഗായകൻ ആദം അലോഷി അവിടെ വിപ്ലവ ഗാനങ്ങൾ പാടിയൊരു സന്ദർഭമുണ്ടായി. വലിയ വിവാദമായി അത് മാറി. പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട്, അതുപോലെ ലാൽ സലാം എന്നുള്ള പാട്ട്. അത് തൊട്ടു പിന്നാലെ ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്ത് കടക്കൽ ക്ഷേത്രത്തിന്റെ അവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്ത് കൂട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിൽ അവിടെ ആർഎസ്എസിന്റെ ഗണഗീതം ഉത്സവ പരിപാടിയോട് അനുബന്ധിച്ച് ആലപിച്ചു. അത് നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് എന്ന ട്രൂപ്പിന്റെ ഗായക സംഘമായിരുന്നു. ഈ രണ്ട് സംഭവങ്ങളിലും വലിയ രാഷ്ട്രീയ വിവാദമുണ്ടായി. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച്, അതായത് ആരാധനാലയങ്ങൾ രാഷ്ട്രീയ രാഷ്ട്രീയ താല്പര്യം അനുസരിച്ച് ദുരുപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ശരിയല്ല എന്നുള്ള, അല്ലെങ്കിൽ അതിനെതിരെയുള്ള നിയമം അനുസരിച്ച് ഈ രണ്ടു കൂട്ടർക്കുമെതിരെ കേസെടുത്തു. കടക്കൽ ഗായകൻ ആദം എതിരെയും അതുപോലെ നൈറ്റ് ബേർഡ്സിന്റെ ഗായകർക്കുമെതിരെ കേസെടുത്തു. ഈ സന്ദർഭത്തിൽ കലാകാരന്മാരുടെ പ്രതിനിധി, പ്രത്യേകിച്ചും ഈ പ്രൊഫഷണൽ ഗാനമേളകളിൽ ഉത്സവപ്പറമ്പുകളിൽ ധാരാളമായി അവതരിപ്പിക്കുന്ന സംഘത്തിൽ ഉൾപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ശ്യാം ശശി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. വല്ലാതെ ബലിയാടാവുകയാണ് ആർട്ടിസ്റ്റുകൾ ഇത്തരം സാഹചര്യങ്ങളിൽ. സത്യത്തിൽ എന്താണ് ശ്യാം അത് പറയാൻ ഉദ്ദേശിച്ചത്? ഒന്ന് വിശദീകരിക്കാമോ? ആഹ് ഇപ്പം ഞാനൊരു പെർക്കഷനിസ്റ്റാണ്. കോട്ടയം മെഗാവോയ്സ് എന്ന ടീമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു പ്രോഗ്രാമിന് വിളിക്കുമ്പോഴത്തേക്കും കോട്ടയം മെഗാവോയ്സിനെ തിരുവനന്തപുരത്തോ തൃശ്ശൂരോ കണ്ണൂരോ എവിടെയെങ്കിലും സ്ഥലത്ത് പ്രോഗ്രാം വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ വിളിക്കുന്ന കോൺടാക്ട് ചെയ്യുന്ന ആൾ ഒരു പക്ഷേ അമ്പലമോ പള്ളിയോ മാത്രമായിരിക്കും പറയുന്നത്. നമുക്ക് അവിടുത്തെ ഒരു സാമൂഹ്യപരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ നമുക്കറിയില്ല. അവിടെ ചിലപ്പം നേരത്തെ പറയും ചില പാട്ടുകൾ റിക്വസ്റ്റ് വരാറുണ്ട്, സിനിമാ പാട്ടുകളായിരിക്കും റിക്വസ്റ്റ് വരാറുള്ളത്. അപ്പൊ ചിലയിടത്ത് ചെല്ലുമ്പോഴാണ് ഇതുപോലത്തെ വിപ്ലവ പാട്ടായിരിക്കും അല്ലെങ്കിൽ ഗണഗീതമൊക്കെ ആയിരിക്കും പറയാറുള്ളത്. ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സംഗീതമാണ്, ഇതെല്ലാം പാട്ട് തന്നെയാണ്. നമ്മൾ ആ പാട്ട് ആവശ്യപ്പെടുന്ന മൂടനുസരിച്ച് പാടുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ഈ പാട്ടെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്കോണിക് സോങ്ങുകളാണ്. അപ്പൊ അവരവരുടെ, എനിക്ക് തോന്നുന്നു, ഒരു 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 ഹ്യൂജ് ഒരു ക്രൗഡിന്റെ അവിടെ വരുമ്പോഴത്തേക്കും അവരുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മേൽക്കൈ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ പാട്ടുകൾ പാടാൻ വേണ്ടി പറയുന്നത്. ഇതിന്റെ പക്ഷേ നമ്മളാണ് വിട്ടുപോകുന്നത്. ഇപ്പം ഞാൻ സ്റ്റേജിൽ നിൽക്കുന്ന ശ്യാം എന്ന ഗായകനാണെങ്കിൽ ശ്യാം പാടുന്നത് ഇപ്പം ഗണഗീതമായാലും പുഷ്പനെ അറിയാമോ ആയാലും രാധതൻ പ്രേമത്തോടായാലും ഈ ഏത് പാട്ടായാലും അത് സംഗീതം മാത്രമാണ്. നമ്മളെ ഇവിടെ കേൾക്കാനിരിക്കുന്ന ഓഡിയൻസിനെ രസിപ്പിക്കുക, അവരുടെ മുമ്പിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യുക എന്ന് മാത്രമേ നമ്മൾ അന്നേരം ചിന്തിക്കുന്നുള്ളൂ. അവർ റിക്വസ്റ്റ് പറഞ്ഞു, ഓക്കെ, അവരും ഹാപ്പി ആവട്ടെ എന്ന് വിചാരിക്കുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറത്ത് ഇതിന് രാഷ്ട്രീയ മാനങ്ങൾ വരുമ്പോഴും പെട്ടുപോകുന്ന കലാകാരന്മാരാണ്. ഇപ്പൊ നിലവിലത്തെ കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തില് നിലവിലെ സാഹചര്യത്തിൽ ഈ ഗായകർക്കെതിരെയൊക്കെ കേസെടുക്കുമ്പോൾ ഇനി അങ്ങോട്ട് ഇതിപ്പോ ഉത്സവ സീസണാണ്. ഇഷ്ടംപോലെ അതെ പരിപാടികൾ അതെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് തന്നെ ഇപ്പോ അതെ കൊല്ലം പൂരത്തില് അവിടെ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വലിയ വിവാദം നടക്കുകയാണ്. അപ്പം അതെ അതെ. എവിടെയും ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു സിമ്പൽ ഉണ്ടാകാം, നടന്നു പോകുന്ന വഴികളിലൊക്കെ ഉണ്ടാകാം. അപ്പൊ ഇത് നിങ്ങൾക്ക് സത്യത്തിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ അറിയാതെ തന്നെ സംഭവിച്ചു പോകുന്നൊരു പേടിയുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതൊന്ന് തീരുന്നവരെ സത്യം പറഞ്ഞാൽ സമാധാനമില്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും ഇനി കടന്നു പോകുന്നത്. കാരണം ഈ പെട്ടെന്നാണ് അത്, പ്രത്യേകിച്ചും ഗാനമേള എന്ന് പറയുന്നത്. ഒന്നാമതെ ഗാനമേളയ്ക്ക് ഒരുപാട് ചീത്തപ്പേരുണ്ട്. ഗാനമേള വെച്ച് കഴിഞ്ഞാൽ തല്ലുണ്ടാവും, വഴക്കുണ്ടാവും, എന്ന് ഒരുപാട് ചീത്തപ്പേരുണ്ട്. ഇപ്പം 10 മണിക്ക് ശേഷം ഈ പ്രോഗ്രാം നടത്താൻ പറ്റില്ല എന്നും പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ട് നിയമം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇതിന്റെ എല്ലാം ഇടയ്ക്കാണ് ഈ ഗാനമേള കഴിഞ്ഞു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ ഈ സൈഡിലുള്ള അമ്പലങ്ങളിലൊക്കെ 9 മണിയൊക്കെ ആവാതെ അമ്പലങ്ങളിലുള്ളവരുടെ ചടങ്ങുകളൊന്നും തീരത്തില്ല. 10 മണിക്ക് മുമ്പ് ഈ നമ്മുടെ പ്രോഗ്രാം തീരത്തില്ല. അപ്പം പ്രോഗ്രാം ക്യാൻസൽ ആവുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളുണ്ട്. അപ്പൊ അതിനിടയ്ക്കാണ് ഇങ്ങനെ പോകുന്നത്. ഇതിന്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അതിപ്രസരമാണ് ഇതിന്റെ എല്ലാം ഒരു ബേസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെയും നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിന്റെ ഒരു അതിപ്രസരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചില ഭരണസമിതികള് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധീനതയിലുള്ളതായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സ്ഥലത്തെ അവിടെ അതെ. മെജോറിറ്റി ഉള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നിയന്ത്രണത്തിലൊക്കെ ആയിരിക്കും ക്ഷേത്ര ഭരണസമിതി ചിലപ്പോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഉത്സവ നടത്തിപ്പിലും ഇവരുടെ ഒരു മേൽക്കൈ ഉണ്ട് എന്ന് ശ്യാം നേരത്തെ പറഞ്ഞതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ കാണിച്ചു എന്ന് വരാം. അപ്പൊ ഈ പറഞ്ഞതുപോലെ ആയിരിക്കാം. ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെടുമ്പോ, ഇപ്പൊ വിപ്ലവഗാനം ഇന്ന പാട്ട് പാടണം എന്ന് ആവശ്യപ്പെടുമ്പോ നിങ്ങൾക്ക് ഗായകർക്ക് പറയാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ വരില്ല. ഞങ്ങൾക്ക് പാടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതെന്താ പാടിയാല് എന്ന ഭീഷണിയിൽ പൊതിഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് കൂടെ കാര്യങ്ങൾ എത്താറില്ലേ? തീർച്ചയായിട്ടും. ഇതിന്റെ പ്രശ്നം ഈ ഒരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന സിംഗേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരെ ഒഴിച്ച് ബഹുഭൂരിപക്ഷം വളരെ സാധാരണക്കാരാണ് ഒരു ഗാനമേളയ്ക്കൊക്കെ ഉണ്ടാവാറുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഗ്രാം കിട്ടാതെ വരിക എന്ന് പറയുന്നത് പല പല കാൽക്കുലേഷൻസ് ആണ്. അതോടെ നാളെ ഒരു പ്രോഗ്രാം ഇല്ല, അയ്യോ മറ്റന്നാളത്തെ അടവ് എന്ന് പോലുള്ള പ്രശ്നങ്ങൾ തുടങ്ങും.
ഒരു പ്രോഗ്രാം കളയാൻ ഒരു ആർട്ടിസ്റ്റും നമ്മൾ വില്ലിങ് ആവില്ല. അപ്പം എന്തുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം നമ്മളവിടെ ചെന്നിടത്തെ പ്രോഗ്രാം ഏറ്റവും നന്നായിട്ട് പോകണം, അല്ലെങ്കിൽ ഇനിയും നമ്മളെ വിളിക്കണം എന്നൊരു ത്വരയും കൂടെ ആ ആൾക്കാർക്കും കാണും, അതിന്റെ മാനേജ്മെന്റിനും കാണും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നിർബന്ധിതരാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ഈ രസകരമായ ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത് ഇത് നടക്കുന്ന അതേ ഘട്ടത്തിലാണ് ആലപ്പുഴയാണെന്ന് തോന്നുന്നു. കെ.ജി. മാർക്കോസ് ഒരു ഗാനമേളയില് പങ്കെടുക്കുകയാണ് ഒരു ക്ഷേത്രത്തില്. അപ്പം അവിടെ അദ്ദേഹം ഇസ്രായേലിൻ നാഥനായി എന്നുള്ള അദ്ദേഹത്തിന്റെ ഹിറ്റ് പാട്ട് പാടി. അതൊരു വലിയ വാർത്തയായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇസ്രായേലിൻ നാഥനായി എന്നുള്ള പാട്ട് അമ്പലത്തിൽ ആ സാഹചര്യത്തിൽ പാടി എന്നുള്ളതൊരു വലിയ വാർത്തയായി വന്നിരിക്കുകയാണ്. എന്താണ് ശ്യാമേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ തോന്നുക? സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. അല്ല, അതിശയോക്തിയല്ല. കാരണം മാർക്കോസ് എന്ന ഗായകനെ ആൾക്കാർ അറിയുന്ന തന്നെ ഈ ക്രിസ്തീയ ഗാനങ്ങൾ പാടിയും, അദ്ദേഹം ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ പാടിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. ഇപ്പം ഇതിനൊക്കെ ഇതിനു വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം എന്ന് പറയുന്നത്. മാർക്കോസ് ആ പാട്ട് പാടുമ്പോൾ എന്താണ് ഇത്ര അത്ഭുതമുള്ളത്? എത്രയോ പാട്ടുകാരുണ്ട്. ഇപ്പം ദാസാർ പാടിയ പാട്ടുകളാണല്ലോ എല്ലാ അമ്പലങ്ങളിലും മിക്കവാറും രാവിലെ ഒരു വൈകുന്നേരം വരെ പ്ലേ ചെയ്യുന്നത്, പള്ളികളിലൊക്കെ. ഇതിനകത്തേക്ക് എന്ത് ഇത്ര അതിശയം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തില് അദ്ദേഹം ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എനിക്ക് ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഞാനങ്ങ് പാടിയത്. സ്വന്തം പാട്ടാണ്. ഒരു ക്രിസ്തീയ ഗാനം എന്നുള്ള നിലയ്ക്ക് അപ്പം അതൊക്കെ വലിയ സംഭവമായി ചിത്രീകരിക്കപ്പെടുന്ന അതെ, അതെ. ഒരു ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇതിപ്പോ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു നാടകം കളിക്കാൻ പറ്റില്ല, ഒരു പാട്ട് പാടാൻ പറ്റില്ല എന്നൊക്കെയുള്ള അതെ, സാഹചര്യത്തിലേക്ക് തീർച്ചയായിട്ടും. നിങ്ങള് കരുവാക്കപ്പെടുകയാണോ? നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഒരു ഡീൽ ചെയ്യുക ഇനി? കാര്യം ഈ പറഞ്ഞ പോലെ കേസ് വന്ന ആൾക്കാരാണ്. അവരൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്തത്? കോൺടാക്ട് ചെയ്തോ ശ്യാം? എന്താണ് ഞാൻ അറിയാവുന്നത്? അവരെ കണ്ടിട്ടുണ്ട്. അപ്പൊ കേസായിട്ടുണ്ട്. അപ്പം പലർക്കും ഇതൊരു ആദ്യത്തെ അനുഭവമാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യണമെന്നൊരു അന്താളിപ്പിലാണ് അവർ നിൽക്കുന്നത്. എന്ത് ചെയ്യണം? കാരണം അവരൊരു പ്രോഗ്രാമിൽ പാടി എന്നുള്ള വിവരത്തെ ഒരു കേസ് വന്നു, എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു ഇതില്ലാതെ നിൽക്കുകയാണ്. ഇത് കൃത്യമായിട്ടൊരു നിയമ ഭേദഗതിയോ അല്ലെങ്കിൽ നിയമ ഭേദഗതി എന്നല്ല, സമൂഹം കുറച്ച് നന്നായിട്ട് ഇതിനെ മെച്യൂരിറ്റിയോടെ ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് വലിയ ഒരു ദൂഷ്യഫലങ്ങളിലോട്ടൊക്കെ പോകാനേ സാധ്യതയുള്ളൂ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ. ഈ സാധാരണഗതിയിൽ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ പെർഫോം ചെയ്യുന്ന ട്രൂപ്പ് ചില കണ്ടീഷൻസ് ഒക്കെ വെച്ച് അവരുടെ പേപ്പറിൽ എഗ്രിമെന്റ് വെക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം, ഇന്ന ഇന്നതൊക്കെ പാടില്ല ഉം. എന്നൊക്കെ. എന്ന് പറയും പോലെ നിങ്ങൾ പാടുമ്പോൾ അതിനകത്ത് ഉം. രാഷ്ട്രീയ ഗാനങ്ങൾ പാടാൻ ആവശ്യപ്പെടരുത് എന്നുകൂടെ നിങ്ങൾ അതിനകത്ത് അടിച്ചു വെക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണോ കാര്യങ്ങൾ? അല്ല, നമ്മൾ ഈ എഗ്രിമെന്റ്സിനകത്ത് ഇത്ര യുദ്ധത്തിൽ പലപ്പോഴും അത് പോസിബിൾ അല്ല. പലയിടത്ത് ചെല്ലുമ്പോൾ അത് പോസിബിൾ ആയിരിക്കുന്ന കാര്യങ്ങളല്ല പലയിടത്ത് ചെല്ലുമ്പോഴും. അതെല്ലാം ഒരു ആ, അങ്ങനെ പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടിക്കാതെ പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ. അതിനുശേഷം വന്ന പരിപാടികളിൽ, അതായത് ഈ 2 സംഭവങ്ങൾ, 2 വിവാദങ്ങൾ ഉണ്ടായതിന് ശേഷം വന്ന പരിപാടികളിൽ, അതിനുശേഷവും ശ്യാം പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ശ്യാമിന്റെ അതെ. കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ആ, പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. ഈ ആ. ആവശ്യപ്പെട്ട് പാടുന്ന പാട്ടുകൾ വരുമ്പോൾ നിങ്ങളൊരു സെലക്ഷൻ വെക്കാറുണ്ടോ? സിനിമാ പാട്ടുകൾ പിന്നെ ദൈവം സഹായിച്ച് ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു സമാധാനം. വേറെ ഇപ്പൊ ഒരേ ആൾക്കാർ സ്റ്റേജിന്റെ സൈഡിൽ കൂടെ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് നോക്കുന്നത്. ഈ ഓർക്കസ്ട്ര അത്രയും പേര് ഒരുമിച്ചാണ് നോക്കുന്നത്. ദൈവമേ ഇനി ഏത് പാട്ടാ വരാമെന്ന് അത്ര പേടിച്ചാണ് നോക്കുന്നത്. പക്ഷെ സിനിമാ പാട്ടല്ല, വേറെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അല്ല അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, ആ അതൊരു പ്രശ്നമാണ്. സാഹചര്യത്തെ എങ്ങനെ എന്തെങ്കിലും മാനേജ് ചെയ്യും? സത്യം പറഞ്ഞ ഒരു എത്തുംപിടിയില്ല. നമുക്ക് പാടാതിരിക്കാൻ പറ്റത്തില്ല എന്നൊരു പ്രശ്നങ്ങളുണ്ട്. അവിടെ പിന്നെ ആൾക്കാർ അതിലുള്ള സ്നേഹം അങ്ങ് മാറിക്കളയും ചിലപ്പം. നീ പാടിയിട്ട് പോയാൽ മതി എന്നൊരു സിറ്റുവേഷനിലൊക്കെ കുറച്ച് പേര് വരും. അപ്പൊ ആൾക്കാർ രണ്ടാവും. അവിടെ പിന്നെ ഒരു വലിയ അടിക്കും പിടിക്കുകയൊക്കെ സാധ്യത. നമ്മൾ ഒരുപാട് കാഴ്ചകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതൊരു വിഷമമാണ്. അല്ല ശരിക്കും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് സംഘടിക്കുകയും ഇതിന്റെ ഒരു പൊതു ചട്ടം രൂപീകരിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകത ഇല്ലേ? ഞാൻ ചോദിക്കുന്നത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. അപ്പൊ പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പറഞ്ഞ കേസെടുത്തപ്പം അതത് ക്ഷേത്ര ഭരണ സമിതികളെയും കൂടെ പ്രതിയാക്കിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പൊ അവർക്കും അതിന്റെ ഒരു ഗൗരവം അറിയാം എന്ന് വിചാരിക്കാം അല്ലേ? അപ്പൊ അമ്പല കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരു നാടിന്റെ അല്ലെങ്കിൽ അമ്പല കമ്മിറ്റി അവരൊരു ഒരു വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരായിരിക്കും അതിന് പുറകിലുള്ളത്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെയുള്ള അല്ലെങ്കിൽ കുറച്ച് പേര് ഒരുമിച്ച് ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഒരുമിച്ച് നമ്മൾ ഈ പ്രോഗ്രാമിന് പോകുന്നത്. അവിടെ ഈ പലപ്പോഴും ഭയങ്കര സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അത്രയും ഒരു പവർ ഉള്ള അല്ലെങ്കിൽ അത്രയും ഒരു ഒരു മാനേജ്മെന്റ് ഒന്നും ആയിരിക്കത്തില്ല പല ഗാനമേള സമിതിക്കും ഉള്ളത്. അവരിതെങ്ങനെ നേരിടും എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അല്ല അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിൽ നിന്ന് ട്രൂപ്പിൽ പാടാൻ വന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ ചില ആൾക്കാരുടെ പിടിവാശിയോ രാഷ്ട്രീയ താല്പര്യങ്ങളോ കൊണ്ട് നമ്മൾ കേസിൽപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം അതൊരു പക്ഷേ തീർച്ചയായിട്ടും. കലാകാരന്മാരെന്നുള്ള നിലയ്ക്ക് അത് സർക്കാരിന്റെ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടുന്ന ഒന്നല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ അതിനേക്കാളും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊരു കേസ് എന്ന് പറയുന്നത്, ഈ രാത്രി ഒരു 10 മണിക്ക് ശേഷം പ്രോഗ്രാമുകൾ വെക്കാൻ പാടില്ല എന്നൊരു നിയമം ഇങ്ങനെ ആ, നടപ്പിലാക്കി വരുന്നുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പൊ അത് നടപ്പിലാക്കുമ്പം
ഈ മിക്കവാറും അമ്പലങ്ങളിലൊക്കെയുള്ള ഈ ചടങ്ങുകളൊക്കെ തീരാനായിട്ട് 9 മണിയൊക്കെ കഴിയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ 1 മണിക്കൂറിനകത്ത് എന്തെങ്കിലും പ്രോഗ്രാം നടക്കത്തില്ല. അപ്പൊ പ്രോഗ്രാം ക്യാൻസൽ ആവുന്ന ഒരുപാട് സ്ഥിതിവിശേഷം കൂടെ ഇതിനിടെ കൂടെ നടക്കുന്നുണ്ട്. ഈ അപ്പൊ ആർട്ടിസ്റ്റുകളുടെ ഇങ്ങനെയുള്ള സാധാരണഗതിയിൽ ഉത്സവകാലം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിരന്തരം പരിപാടികൾ ഇല്ല എന്നാണ് തോന്നുന്നത്. ഉത്സവകാലത്താണ് ഒരു ഇല്ലില്ല. വർഷത്തെ എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ മുതൽ ഒരു മാർച്ച് ഇതിപ്പം ഏപ്രിൽ അടുത്ത മെയ് ഒരു പകുതി വരെയൊക്കെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ അങ്ങോട്ട് കല്യാണം മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രോഗ്രാം അങ്ങനെ പോകുന്നു. പക്ഷെ നമ്മൾ സജീവമായിട്ട് നിൽക്കുന്നത് ഉത്സവം ഏതാണ്ട് ഒരു ഡിസംബറിലൊക്കെ തുടങ്ങുന്ന ഉത്സവ പ്രോഗ്രാമിനാണ്. അതിനകത്ത് നേരത്തെയൊക്കെ നമ്മുടെ ഈ മണ്ഡലകാലമൊക്കെ വരുന്ന സമയത്തൊക്കെ ഭക്തി ഗാനമേളകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം പക്ഷെ അതൊക്കെ ഒരുപാട് കുറഞ്ഞു. അല്ല അതിനും വേറെ അതിനുശേഷം രസകരമായിട്ട് പിന്നെ കാര്യമുണ്ട്. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ വിവാദം ആവുമോ എന്നുള്ളൊരു പ്രശ്നമാണുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞോ. അമ്പലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ സപ്താഹവും നവാഹവും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മിക്കവാറും ഇവര് വൈകിട്ടൊരു ഭജൻസ് നടത്താറുണ്ട്. ഒരു 7 മണി മുതൽ ഒരു 1-2 മണിക്കൂർ ഭജൻസ് നടത്താറുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും കാണും. അപ്പൊ അത് നടത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഭക്തിഗാനങ്ങളുടെ ആവശ്യം മിക്കവാറും അമ്പലങ്ങളിൽ ഉണ്ടാവാറില്ല. എന്നാൽ ഇങ്ങനൊരു ഭജൻസ് നടത്തുന്നതുകൊണ്ട് ഈ സപ്താഹത്തിന്റെ ഭാഗമല്ല അതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ നടത്തുന്നതുകൊണ്ട് പ്രത്യക്ഷത്തിൽ അവർക്കൊരു ബലമില്ല താനും. അതുകൊണ്ട് നേരത്തെ ഈ കുറെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭക്തിഗാനമേള പോലത്തെ കുറെ കാര്യങ്ങൾ അങ്ങ് എന്താണ് അതങ്ങ് തുലമില്ലാതായെന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് കോവിഡ് വന്നപ്പോഴും ഇരകളായത് കലാകാരന്മാരാണ്. കാര്യം പറഞ്ഞ ഒരു സീസണൽ പരിപാടികൾ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത്. അതുപോലെ പ്രളയം വന്നപ്പോഴും ആഘോഷങ്ങൾ അതെ. വെട്ടിച്ചുരുക്കിയപ്പോഴും കലാകാരന്മാർ ബുദ്ധിമുട്ടിലായി പോയി. അതുപോലെ ഈ പറഞ്ഞതുപോലെ 10 മണിക്ക് ശേഷം മൈക്ക് വെക്കാൻ പാടില്ല. അത് ഒരു പ്രത്യേക സ്ഥലത്താണെങ്കിൽ പോലും മൈക്ക് വെക്കാൻ പാടില്ല. അപ്പോഴും കലാകാരന്മാർ ബുദ്ധിമുട്ടിലായി. ഇപ്പൊ ഇവിടെ രാഷ്ട്രീയമായ വിഷയങ്ങൾ വരുമ്പോഴും ആവശ്യപ്പെട്ട് ഉം. പാടുമ്പോഴും കലാകാരൻ പ്രതിയും ഇരയുമാവുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും ഒരല്പം ഉം. കൂടി ഉം. പല കാരണങ്ങൾ കൊണ്ട് സംഘടിക്കേണ്ടുന്ന ഒരു ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുക? ഇപ്പൊ നിലവില് ഒരുപാട് സംഘടനകളുണ്ട്. കലാകാരന്മാരായിട്ടുള്ള കുറെ സംഘടനകളുണ്ട്. അവരവരുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെയുണ്ട്. ഇപ്പം കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ഭാഗമാണ് ഞാനിപ്പോൾ. അവരും അവരെ കൊണ്ടാവുന്ന രീതിയിൽ മന്ത്രിതലങ്ങളിൽ ഇതിനെതിരെ പരാതികളും സമ്മർദ്ദവും ഒക്കെ ചെലുത്താനുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു തലമുറയോട് കൂടി ഈ പ്രൊഫഷണലായിട്ട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കിനി ഒരു കലാകാരൻ എന്ന രീതിയിൽ പ്രൊഫഷണലായിട്ട് നമുക്ക് നിൽക്കാൻ ഇനിയുള്ള കാലഘട്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഏതാണ്ട് 2002 പ്ലസ് ടു പാസ്സായത്. തബല വായിച്ചാണ് തുടങ്ങുന്നത്. ഇത്ര വർഷം വരെ ഇടയ്ക്ക് 2, 3 തവണയായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ടാകും. പക്ഷെ അത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നതുകൊണ്ട് ജോലി അത്രയും മാറി. നമ്മളൊരു ഫാം ആരംഭിച്ചിരുന്നു. അതെല്ലാം മാറി. ഇതിനു വേണ്ടി നമുക്കിത് മതി, കല മതി എന്നും പറഞ്ഞതാണ്. പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് നമുക്ക് നിന്ന് പോകാൻ ഏറെ ബുദ്ധിമുട്ടാണെന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. എന്തായാലും കലാകാരന്മാരുടെ സങ്കടം ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു സംഘടന സർക്കാർ തലത്തിൽ പറയേണ്ടയിടത്ത് പറയേണ്ടതുപോലെ പറയാൻ കഴിയട്ടെ എന്നും നിങ്ങള് എവിടെയും ഇരയാകുന്ന ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്. സി മലയാളം ന്യൂസിനൊപ്പം ഇത്ര നേരം ചെലവഴിച്ചത് നന്ദി. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.